എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്ര ആനന്ദം, എന്തോരാനന്ദം. ഇന്നു മഞ്ഞിൽ ക്ലേശങ്ങൾ മാത്രം, ആദിയും മാറാവ്യാധിയും. ഇന്നു മഞ്ഞിൽ ക്ലേശങ്ങൾ മാത്രം, ആദിയും മാറാവ്യാധിയും. വന്നു ചേരും ഞാൻ നിന്നരികിൽ, അന്നു തീരുമെൻ ദുരിതമെല്ലാം. വന്നു ചേരും ഞാൻ നിന്നരികിൽ, അന്നു തീരുമെൻ ദുരിതമെല്ലാം. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ. കാണും ഞാനൻ പ്രിയരെയെല്ലാം കാന്തനോടൊത്തു ചേരുമ്പോ. കാണും ഞാനൻ പ്രിയരെയെല്ലാം കാന്തനോടൊത്തു ചേരുമ്പോ. വാണിടും നിത്യം കൂടെ വാണിടും, വാഴ്ത്തിപ്പാടിടും ദിവ്യ സ്നേഹത്തെ. വാണിടും നിത്യം കൂടെ വാണിടും, വാഴ്ത്തിപ്പാടിടും ദിവ്യ സ്നേഹത്തെ. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ. നാളിനിയുമേറെയില്ലിനി, നാം ഒരുങ്ങിടാൻ നേരമാ. നാളിനിയുമേറെയില്ലിനി, നാം ഒരുങ്ങിടാൻ നേരമാ. വാക്കു തന്നവൻ മാറിടാത്തവൻ, വാനമേഘത്തിൽ വന്നു ചേരാറായി. വാക്കു തന്നവൻ മാറിടാത്തവൻ, വാനമേഘത്തിൽ വന്നു ചേരാറായി. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്ര ആനന്ദം, എന്തോരാനന്ദം. എത്തും ഞാനെന്റെ പുത്തൻ വീട്ടിൽ നിത്യകാലം വാഴുവാൻ കർത്തനോടൊത്തു വാണിടുന്ന നാൾ എത്ര ആനന്ദം, എന്തോരാനന്ദം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 51-ാം അധ്യായം ആദ്യത്തെ 2 വാക്യങ്ങൾ. നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിത്യനായ ദൈവം, മഹാപരിശുദ്ധനായ ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചതാണ്. ദൈവം അബ്രഹാമിന് സ്വർഗീയ വാഗ്ദാനങ്ങൾ നൽകിയതാണ്. ജീവൻ്റെ അരുളപ്പാടുകൾ ദൈവം നൽകിയതാണ്. എങ്ങനെയായിരിക്കും അബ്രഹാമിനോട് ദൈവം സംസാരിച്ചിരിക്കുക? ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടതായി പറയുന്നു. യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി എന്ന് വായിക്കുന്നു. എങ്ങനെയായിരിക്കും പ്രത്യക്ഷനായത്? ദൈവം പ്രത്യക്ഷനാകുന്നതെന്നും വചനത്തിലൂടെയാണ്. വചനത്തിലൂടെയാണ് പ്രത്യക്ഷത. ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ
നിങ്ങൾ ജീവൻ്റെ വചനമാണ് ഞാൻ കേൾക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് കേൾക്കുന്നുവെങ്കിൽ ഈ വചനത്തിൽ കൂടി നിങ്ങൾ കിട്ടുന്നത് ദൈവിക പ്രത്യക്ഷതയാണ്. ദൈവത്തിന് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കാനുള്ള ദൈവികമായ ഇരളപ്പാടുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് ചില കാര്യങ്ങൾ കൊണ്ട് പറയാനുള്ളത് കേൾക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിശേഷ അവസരമാണിത്. നിത്യനായ ദൈവം ഒരു നാൾ നാം കടന്നു ചെല്ലുമ്പോൾ ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ചെല്ലേണ്ടവരാണ്. ഒരു നാൾ വെള്ളസിംഹാസനത്തിൽ നിത്യനായ ദൈവം ഇരുന്നരുളുകയും അവിടുത്തെ സന്നിധിയിൽ ആബാലവൃദ്ധം എല്ലാവരും അത് കൂടുകയും ചെയ്യും. അന്ന് ന്യായവിസ്താരത്തിൻ്റെ ആ നാളിൽ നാമും ഓരോരുത്തരും അവിടെ ചെന്ന് നിൽക്കേണ്ടവരാണ്. നിത്യനായ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു നാൾ ഞാനും ചെല്ലേണ്ടതാണ്, നിങ്ങൾ ഓരോരുത്തരോട് ചെന്ന് നിൽക്കേണ്ടതാണ് എന്നുള്ളതായ സത്യം നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ ഇന്ന് ഓർക്കുക, എൻ്റെ കർത്താവേ, ആ നിത്യനായ ദൈവത്തിൻ്റെ മഹാപരിശുദ്ധനായ ദൈവത്തിൻ്റെ വെളിപ്പാടാണല്ലോ എനിക്ക് കിട്ടുന്നത്, പ്രത്യക്ഷതയാണല്ലോ എനിക്ക് കിട്ടുന്നത്. ഈ വചനത്തിൽ കൂടി ദൈവം എന്നോട് സംസാരിക്കുകയാണല്ലോ. അബ്രഹാമിനെ ദൈവം വചനത്തിൽ കൂടി അരുളപ്പാട് കൊടുത്തു. അക്ഷരികമായി ദൈവം ഒരു മനുഷ്യരൂപമായി അബ്രഹാമിന് വെളിപ്പെട്ടു എന്ന് കരുതാൻ ന്യായമില്ല. കാരണം മോശയോട് സംസാരിക്കുമ്പോഴും ദൈവം പറയുന്നത് എന്നെ നേരിട്ട് കണ്ടിട്ട് ആരും ഭൂമിയിൽ പിന്നെ ജീവനോടിരിക്കുകയില്ല എന്നാണ്. തീയാകും ദൈവത്തെ കോടാനകോടി സൂര്യന്മാർ ഒരുമിച്ച് ജ്വലിച്ച് പ്രകാശിച്ചാൽ ലഭിക്കുന്ന അഭൗമ തേജസ്സിൻ്റെ സ്വർഗീയ പ്രകാശത്തിൻ്റെ കലവറയാകും ദൈവത്തെ മനുഷ്യന് ഈ ഭൂമിയിൽ കാണാൻ സാധ്യമല്ല. നാം ശരീരത്തിലിരിക്കുന്നവരാണ്, നാം ഈ ഭൂമിയിലിരിക്കുന്നവരാണ്. തീയാകും ദൈവത്തെ, സ്വർഗീയ തേജസ്സാകും ദൈവത്തെ നാം കണ്ടാൽ പിന്നെ നാം ഭൂമിയിൽ ജീവനോടിരിക്കുകയില്ല. ദൈവം നമ്മോട് അരുളി ചെയ്യുന്നതും ദൈവം നമുക്ക് പ്രത്യക്ഷനാകുന്നതും വചനത്തിൽ കൂടിയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം അതല്ലാതെ നാം ഒറ്റയ്ക്കിരിക്കുമ്പോൾ, ഒരുപക്ഷെ നാം കൂട്ടായ്മയിലിരിക്കുമ്പോൾ തന്നെ ആകണമെന്നില്ല, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ദൈവിക ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, അവിടെ പറയുന്നു, കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവും മറിഞ്ഞിരിക്കുകയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുന്നുവെങ്കിൽ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുവീനെന്ന് ഒരു വാക്ക് പിറയിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുമെന്ന്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുക, ദൈവത്തിൻ്റെ വചനം കേൾക്കുക. അത് വേറൊരാൾ സംസാരിച്ച് കേൾക്കുകയല്ല, ഒരുപക്ഷെ വേറെ ആരും അടുക്കൽ ഉണ്ടായിരിക്കുകയില്ല. നാം പ്രാർത്ഥനാനിരതരായിരിക്കുമ്പോൾ, ആത്മാവിൻ്റെ നിർവൃതിയിൽ നാം സായുജ്യത്തിലിരിക്കുമ്പോൾ, ആത്മാവിൻ്റെ തേജസ്സേറിയ അനുഭവത്തിലിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും. ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിന് നമ്മോട് അറിയിക്കാനുള്ളത് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അറിയിക്കാനുള്ളത് ദൈവം നമ്മോട് സംസാരിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നു കൊള്ളുവീനെന്ന് ഒരു വാക്ക് പറയിൽ നിന്ന് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവം നേരിട്ട് സംസാരിക്കും. ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവം വിളിച്ചില്ലേ? ദേവാലയത്തിൽ കിടന്നുറങ്ങിയിരുന്ന ശമൂവേൽ ബാലൻ ചാടി എഴുന്നേറ്റില്ലേ? ശമൂവേലേ ശമൂവേലേ എന്ന് ദൈവമാണ് വിളിച്ചത്. യഹോവയായ ദൈവം ശമൂവേലിനെ വിളിച്ചു, ആ ബാലകനെ വിളിച്ചു, അവൻ ചാടി എഴുന്നേറ്റു. ദൈവം വിളിക്കുന്നവനാണ്, ദൈവം സംസാരിക്കുന്നവനാണ്, ദൈവം മനുഷ്യനെ നേരിട്ട് അറിയുകയും നേരിട്ട് വിളിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവം ശമൂവേലിനെ വിളിച്ചു. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമേ അബ്രഹാമേ എന്ന് ദൈവം വിളിച്ചു, പലവട്ടം വിളിച്ചു. ദൈവം സംസാരിച്ചു. മോശയെ ദൈവം വിളിച്ചു. ആ മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷേ മുൾപ്പടർപ്പ് എരിഞ്ഞു തീരുന്നില്ല. തീ കത്തുന്നുണ്ട്, തീ മുൾപ്പടർപ്പിൽ കത്തുന്നുണ്ട്, പക്ഷേ മുൾപ്പടർപ്പ് അങ്ങനെ തന്നെ നിൽക്കുന്നു. മുൾപ്പടർപ്പ് അതങ്ങനെ തന്നെ നിൽക്കുന്നു. പക്ഷേ ആ തീയുടെ നടുവിൽ നിന്ന് യഹോവയുടെ ശബ്ദം കേട്ടു. മോശ അമ്പരന്നു. ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം എന്താണ്? മോശയെ മോശയെ ഇതാണ് വിളിക്കുന്നത്. ആരാണ് എന്നെ പേർ ചൊല്ലി വിളിക്കുന്നത്? മോശയ്ക്ക് ആദ്യം മനസ്സിലായില്ല. ദൈവത്തിന് സ്തോത്രം. നീലനദിയുടെ പെരുവെള്ളത്തിൻ്റെ പരപ്പിൽ നിന്ന് എന്നെ കോരിയെടുത്തവനാണ് എന്നെ വിളിക്കുന്നത് എന്ന് പാവം മോശയ്ക്ക് അപ്പോൾ മനസ്സിലായില്ല. നീലനദിയിൽ 3 മാസം പ്രായമുള്ളപ്പോൾ തീർന്നു പോകേണ്ടവനായ ഈ നിസ്സാര മനുഷ്യനെ നിത്യനായ ദൈവം വിളിക്കുകയാണ് എന്ന് അന്ന് മോശയ്ക്ക് മനസ്സിലായില്ല. സ്നേഹിത, നീ കേൾക്കൂ, ഇന്ന് ഈ സമയത്ത് ജീവനുള്ള ദൈവം നിന്നെ വിളിക്കുകയാണ്. ദൈവത്തിന് എന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്, നിന്നെ ചില കാര്യങ്ങൾ അറിയിക്കാനുണ്ട്, നിനക്ക് ദൈവികമായ എളുപ്പാട് തരാനുണ്ട്. നീ പതിനെ ഓർത്ത് ആകുലപ്പെട്ടിരിക്കേണ്ട സമയമല്ലിത്. നീ പതിനെ ഓർത്ത് ആകുലാതി കൊണ്ടിരിക്കേണ്ട സമയമല്ല.
നിന്നെ സ്നേഹിക്കുന്ന ദൈവം ചില കാര്യങ്ങൾ നിന്നോട് വ്യക്തിപരമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവീക പ്രത്യക്ഷത. അബ്രഹാമിന് ദൈവീക പ്രത്യക്ഷതയുണ്ടായി. പക്ഷേ ദൈവീക പ്രത്യക്ഷത കിട്ടിയ അബ്രഹാം നിർഭാഗ്യവശാൽ ഒരു സന്ദർഭം വന്നപ്പോൾ ഇസ്രായേലിലേക്ക് ഇറങ്ങിപ്പോയി. ദൈവത്തിൻ്റെ വഴി വിട്ട് ഇറങ്ങിപ്പോയി. ആലോചന ചോദിച്ചോളാമായിരുന്നു. ദൈവത്തോടൊരു ആലോചന ചോദിക്കാമായിരുന്നു. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കാറുണ്ടോ? ദൈവത്തോട് ദൈവഹിതം എന്താണെന്ന് അറിയാൻ നിങ്ങൾ ഇരിക്കാറുണ്ടോ? ദൈവസനിൽ കാത്തിരിക്കാറുണ്ടോ? നിങ്ങൾ വേദപുസ്തകം വായിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും. പക്ഷേ കർത്താവേ, ഈ കാര്യത്തിൽ എന്താണ് നിൻ്റെ പർപ്പസ്? നിൻ്റെ ഉദ്ദേശം എന്താണ്? നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ എടുക്കേണ്ട സ്റ്റെപ്പ് എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോകേണ്ടത്? കർത്താവേ, നീ എന്നെ നയിച്ചേ പറ്റൂ, നീ എന്നെ നടത്തിയേ പറ്റൂ. അപ്പോൾ കേൾക്കാൻ ഒരു ശബ്ദം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കൂ, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സ്തോത്രം. മാത്രമല്ല, ദൈവം പറയും, മോനെ, നീ ഓരോ സ്റ്റെപ്പ് വയ്ക്കാൻ നേരത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ മതി, ഞാൻ നിന്നെ നടത്തിക്കൊള്ളാം. നിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും ഞാൻ നിന്നെ നടത്തിക്കൊള്ളാം. അപ്പോൾ ഭക്തൻ പറയും, നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും, പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്തോത്രം. ഭൂമിയിൽ എനിക്ക് ആരുള്ളൂ, സ്വർഗത്തിൽ നിന്നെല്ലാം ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇതാ ദൈവം എൻ്റെ പാറയും എൻ്റെ ഓഹരിയുമാകുന്നു. ഇതാ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്. ദൈവത്തോട് അടുത്തിരിക്കുക. ടു ബി ക്ലോസ് വിത്ത് ജീസസ്. യേശുവിനോട് ചേർന്നിരിക്കുക, യേശുവിനോട് അടുത്ത് വന്നിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ പാദപീഠത്തിലിരുന്ന് മതിവരാതെ ദൈവത്തെ സ്തുതിച്ചാൽ ഒരു പ്രത്യേക ശക്തിയാണ്, ഒരു പ്രത്യേക സുഖമാണ്. മതിവരാതെ ദൈവത്തെ സ്തുതിക്കണം നിങ്ങൾ, ദൈവത്തെ വാഴ്ത്തണം നിങ്ങൾ. അവൻ തന്ന നന്മകൾ ഓർത്ത് ദൈവത്തെ എണ്ണി പറഞ്ഞ് സ്തുതിക്കണം. അവൻ നിങ്ങൾക്ക് ആയുസ് തന്നതിന്, അവൻ നിങ്ങൾക്ക് ആരോഗ്യം തന്നതിന്, അവൻ നിങ്ങൾക്ക് വിദ്യാഭ്യാസം തന്നതിന്, അവൻ നിങ്ങൾക്ക് ഇന്നുള്ള സാഹചര്യങ്ങൾ തന്നതിന്, അവൻ നിങ്ങൾക്ക് നല്ലൊരു വിവാഹം തന്നതിന്, അവൻ നിങ്ങൾക്ക് മക്കളെ തന്നതിന്, അംഗഭംഗമില്ലാത്ത മക്കളെ തന്നതിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ തിരിച്ചൊന്ന് പറയട്ടെ, ഒന്നുകൂടി തിരിച്ച് മറ്റൊന്ന് പറയട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ എനിക്ക് നീ അനുവദിച്ചതിന് നിനക്ക് സ്തുതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ നീ എനിക്ക് അനുവദിച്ചതിനായി നിനക്ക് സ്തുതി. എൻ്റെ ജീവിതത്തിൽ വിയോഗങ്ങൾ എനിക്ക് അനുവദിച്ചതിനായി നിനക്ക് സ്തുതി. എൻ്റെ ജീവിതത്തിൽ വിരഹങ്ങൾ നീ എനിക്ക് അനുവദിച്ചതിനായി നിനക്ക് സ്തുതി. എൻ്റെ ജീവിതത്തിൽ രോഗങ്ങൾ നീ എനിക്ക് അനുവദിച്ചതിനായി നിനക്ക് സ്തുതി. എൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ എനിക്ക് അനുവദിച്ചതിനായി നിനക്ക് സ്തുതി. കാരണം ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ്റെ പരുക്കൻ പ്രകൃതികളെല്ലാം തേഞ്ഞു പോകാൻ ഇതെനിക്ക് ആവശ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ പരുക്കൻ പ്രകൃതികൾ തേഞ്ഞു പോകാൻ ഈ സാഹചര്യം എനിക്ക് നല്ലതാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ റഫ്നെസ് ഒന്ന് മാറിക്കിട്ടാൻ, എൻ്റെ പരുക്കൻ പ്രകൃതികൾ മാറിക്കിട്ടാൻ, എൻ്റെ ഹൃദയത്തിൻ്റെ കഠിനാവസ്ഥ മാറിക്കിട്ടാൻ എൻ്റെ ജീവിതത്തിലെ ഈ പ്രതിസന്ധികൾ എനിക്ക് നല്ലതാണ്, നന്മയ്ക്കായി രൂപാന്തരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, നീ ഇതെല്ലാം അനുവദിച്ചതിനായി നിനക്ക് സ്തുതി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ക്രിസ്തീയ ജീവിതം എത്ര നല്ലതാണ്, എത്ര മധുരമാണ്, എത്ര സ്നേഹനിർഭരമാണ് എന്ന് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ദൈവത്തെ വാഴ്ത്തും, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കും. ഇതൊന്നും കെട്ടുകഥയല്ല കേട്ടോ, ഇതൊന്നും ഊഹാപോഹമല്ലത്. ഈ ജീസസ് ഇസ് എ റിയാലിറ്റി. യേശുക്രിസ്തു ഒരു വാസ്തവികതയാണ്, യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ അരികത്തിപ്പോൾ ഇരിക്കുന്ന, ഏറ്റവും അടുത്തിരിക്കുന്ന ആളെപ്പോലെ തന്നെ ഒരു യാഥാർത്ഥ്യമാണ് ക്രിസ്തു. ഒരു യാഥാർത്ഥ്യമായി ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം കേൾക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ. നല്ല നല്ല ആഗ്രഹങ്ങൾ നിങ്ങൾക്കില്ലേ? ഉണ്ടല്ലോ, അനേകം ആഗ്രഹങ്ങളുണ്ടല്ലോ, നല്ല നല്ല ആഗ്രഹങ്ങൾ. എല്ലാ നല്ല ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്നൊരു ദൈവമുണ്ട്. അവർ ആഗ്രഹിച്ചത് അവനവർ കൊടുത്തു എന്നൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ. അവർ ആഗ്രഹിച്ചത് അവനവർ കൊടുത്തു, അവരെ ശുഭ തുറമുഖത്ത് എത്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ശുഭ തുറമുഖത്ത് എത്തിച്ചു, ആഗ്രഹിച്ചത് കൊടുത്തു. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ നിനക്ക് തരും. നിൻ്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. അത് സങ്കീർത്തനം 37 ആദ്യ ഭാഗത്താണ്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും.
നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം എന്നാൽ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. അബ്രഹാം ധൈര്യം ത്യജിച്ചു കളഞ്ഞു. അബ്രഹാം വിശുദ്ധി ഉപേക്ഷിച്ച് കളഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത് പറഞ്ഞിട്ടും തീരുന്നില്ലല്ലോ. സ്നേഹിതരെ ചോദിക്കട്ടെ, എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ത്യജിച്ചു കളഞ്ഞതെല്ലാം എനിക്ക് തിരികെ തരണം. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരണം. നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ തരണം. ഒരു സമയത്ത് ഞാൻ വിശ്വാസ വീരനായിരുന്നു. നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ തരണം. നിങ്ങൾ പറയണം കർത്താവിനോട്, കർത്താവേ, അന്ന് രോഗം വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ രോഗം അതെന്നെ അലട്ടുന്നില്ല. കാരണം ഞാൻ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കണമെന്നുള്ള ഞാനല്ലല്ലോ തീരുമാനിക്കുന്നത്, നീയല്ല കർത്താവേ തീരുമാനിക്കുന്നത്. നിങ്ങൾ ദൈവത്തോട് പറയണം, ഞാൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്. അത് എൻ്റെ കാര്യമല്ലല്ലോ, അത് നിൻ്റെ കാര്യമല്ലേ. കാരണം ഈ എൻറ്റയർ ലൈഫ് ഈസ് കമ്മിറ്റഡ് അണ്ടു യു. ദൈവമേ, നിൻ്റെ കയ്യിലേക്ക് ഞാൻ എല്ലാം തന്നതല്ലേ. എൻറ്റയർ ലൈഫ്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നിനക്ക് തന്നതല്ലേ. ഞാൻ എത്ര കാലം ജീവിക്കണം, ഞാൻ എവിടെ ജീവിക്കണം, ഞാൻ എന്ത് ചെയ്യണം, എല്ലാം നിന്നെ ഏൽപ്പിച്ചതല്ലേ. ദൈവത്തിന് സ്തോത്രം. നീ ഏറ്റുവാങ്ങിയതല്ലേ. കർത്താവേ, എൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ എൻ്റെ രോഗം അതെൻ്റെ വിഷയമല്ല, അത് നിൻ്റേതാണ്, നിൻ്റെ കാര്യമാണ്. കാരണം നിന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞു. എൻ്റേത് പോയി, എൻ്റെ കയ്യിൽ നിന്ന് മാറിക്കഴിഞ്ഞു, നിൻ്റെ കയ്യിലേക്ക് തന്നു. ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ഒരു സമയത്ത് അങ്ങനെ ആവലാതി വിട്ടവരാരെങ്കിലും ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അത്യുന്നതൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെന്തിന് ഭയപ്പെടണം? സർവ്വവല്ലഭൻ്റെ കൈകളിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, മോനെ, നിൻ്റെ മക്കളുടെ കാര്യം ജീവനുള്ള ദൈവത്തെ ഏൽപ്പിച്ച് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, മോളെ, നിൻ്റെ മക്കളുടെ കാര്യം, നിൻ്റെ ഭർത്താവിൻ്റെ കാര്യം, നിൻ്റെ മരുമകളുടെ കാര്യം അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ കാര്യം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം, നിൻ്റെ തൊഴിലിൻ്റെ കാര്യം, നിൻ്റെ വരുമാനത്തിൻ്റെ കാര്യം സർവ്വശക്തൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, ദൈവവൈദ്യരെ, നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ പരീക്ഷയിലെ വിജയം, നിൻ്റെ ഭാവി അത് ദൈവത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, പിന്നെ എന്തിന് ഭാരപ്പെടണം? അത്യുന്നതനല്ലേ പിന്നെ നടത്തുന്നത്, അവനല്ലേ നിന്നെ നയിക്കുന്നത്, അവൻ നിന്നെ വലം കൈക്ക് പിടിച്ച് നിന്നെ നടത്തിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മുഖത്തുപെടട്ടെ. ഇപ്പോഴോ കർത്താവേ, ഞാൻ ഇടയ്ക്ക് ഒന്ന് താണു പോകുന്നല്ലോ. ഈ പെരുവെള്ളം ഇങ്ങനെ തെറുത്ത് വരുമ്പോൾ, തിരമാലി ആഞ്ഞടിക്കുമ്പോൾ, എൻ്റെ കർത്താവെ, കൊടുങ്കാറ്റ് ആഞ്ഞ് വീശുമ്പോൾ, അയ്യോ എൻ്റെ കർത്താവെ, ഞാൻ താണു പോകും തോന്നുന്നല്ലോ. വയ്യല്ലോ കർത്താവെ, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ അരയോളം വെള്ളമായി കഴിഞ്ഞു കർത്താവെ, ഇതാ നെഞ്ചോളം വെള്ളമായി കഴിഞ്ഞു, കഴുത്തറ്റം വെള്ളമായി കഴിഞ്ഞു. നീ തലകൂടി മുങ്ങിയാൽ പിന്നെ ഞാൻ പൊങ്ങില്ല. കർത്താവെ, ഞാൻ എന്നാ ചെയ്യുക? ദൈവവൈതലേ, പണ്ട് പത്രോസ് അങ്ങനെയൊന്ന് വിഷമിച്ചു. പത്രോസ് യേശു നടക്കുന്ന കണ്ടപ്പോൾ ഒരു ആഗ്രഹം വന്നതാണ്. യേശു നടക്കുന്നവർ നടക്കണമെന്ന് നല്ല ആഗ്രഹമായിരുന്നു. യേശു വരെ നടക്കുന്നു, യേശു നടക്കുന്നു വെള്ളത്തിൻ്റെ മീതെ, എന്നാൽ എനിക്കൊന്നും നടക്കരുതേ. പത്രോസ് നടന്നതാണ്. ഇത്തിരി എടുത്തിയാട്ടം കൂടിപ്പോയി അല്ലേ? ചാടിയതിലല്ല കുഴപ്പം, നോട്ടം വിട്ടതില്ല കുഴപ്പം. പടകിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അപ്പോൾ നോട്ടം ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്കാണ്. പക്ഷേ ഓളങ്ങൾ വന്നപ്പോൾ, തിരമാല വന്നപ്പോൾ തിരമാലകളിലേക്ക് നോക്കിപ്പോയി. പാവം താഴാൻ തുടങ്ങി. കർത്താവേ രക്ഷിക്കണമേ, യേശുവേ സഹായിക്കണമേ, കർത്താവേ രക്ഷിക്കണമേ. പാവം രണ്ട് കൈയും പൊക്കി പിടിച്ചുകൊണ്ട് വിളിക്കുക. കർത്താവ് ചാടി കയ്യിലങ്ങ് പിടിച്ചു. ഹല്ലേലൂയ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിന്നെ മറന്നു കളയുന്നവനല്ല കേട്ടോ. നിന്നെ ഗലീല കടൽപ്പുറത്ത് വിളിച്ചിറക്കിയവൻ മോനെ നിന്നെ മറക്കുന്നവനല്ല. മോളെ, നിന്നെ ഇത്രയും കാലം നടത്തിയവൻ നിന്നെ മറന്നു കളയുന്നവനല്ല. അവൻ അനീതിയുള്ള ദൈവമല്ല, അവൻ മഹാദൈവമാണ്. അവൻ മനസ്സല്ലിയുള്ള പിതാവാണ്. അവൻ സർവാശ്വാസം നൽകുന്ന ദൈവമാണ്. നീ താണു പോകുമ്പോൾ അവൻ തൻ്റെ വലംകരം നിൻ്റെ നേരെ നീട്ടും. അവൻ നിന്നെ പിടിക്കും, അവൻ നിന്നെ പൊക്കും, അവൻ നിന്നെ പെരുവെള്ളത്തിന് മീതെ ഉയർത്തി നിർത്തും. അവൻ നിന്നെ പെരുവെള്ളത്തിന് മീതെ നിർത്തിയിട്ട് അവൻ നിന്നെ ആശ്ലേഷിച്ച് പിടിക്കും. അവൻ തിരുമാറോട് അണച്ചു പിടിക്കും. അവൻ നിന്നെ ഒരു കൈ കൊണ്ട് താങ്ങിക്കൊണ്ട്, അവൻ തൻ്റെ മാറോട് അണച്ചുകൊണ്ട് മറ്റേ കൈ കൊണ്ട് നിന്നെ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പത്രോസിനെ എടുത്ത് പടകിനുള്ളിലാക്കി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, താണു പോകുന്നവരാരുണ്ട്? ക്ഷീണിച്ചു പോയവരാരുണ്ട്? വീണ് പോകുന്നവരാരുണ്ട്? ശക്തി ക്ഷയിച്ചു പോയവരാരുണ്ട്? വിശ്വാസം കളഞ്ഞു പോയവരാരുണ്ട്? നഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞ് വേദനിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരാരുണ്ട്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനുതാപത്തോടെ വരുവീൻ, ദൈവസന്നിധിയിൽ കരയുവീൻ. കർത്താവേ, എനിക്ക് നഷ്ടപ്പെട്ടത് തിരികെ തരണമേ, നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ തരണമേ, നഷ്ടപ്പെട്ട വിശുദ്ധി തിരികെ തരണമേ, നഷ്ടപ്പെട്ട ജയജീവിതം തിരികെ തരണമേ. എൻ്റെ കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം എനിക്ക് മടക്കി തരണമേ.
ദൈവത്തിന് സ്തോത്രം. എൻ്റെ നഷ്ടപ്പെട്ടു പോയ ധൈര്യം മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയ വീര്യം മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയ ശക്തി മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയ ആരാധന മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയ ശുശ്രൂഷ മടക്കി തരണമേ, നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ തരണമേ. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. സർവ്വവല്ലഭന്റെ കരം നിങ്ങളെ പിടിക്കുകയും നിങ്ങളെ ഉയർത്തുകയും നിങ്ങളെ നയിക്കുകയും നിങ്ങളെ നടത്തുകയും നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. വിശ്വസിപ്പീൻ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിപ്പാൻ കരം നീട്ടുകയാണ്. അബ്രഹാമിന് ഈ 3 നഷ്ടം മാത്രമല്ല ഉണ്ടായുള്ളൂ, പിന്നെയും നഷ്ടം. പിന്നെയും ഞാൻ കണക്ക് നോക്കിയപ്പോൾ ഒരു 6 നഷ്ടം കൂടി വന്നു. ആകെ മൊത്തം 9 നഷ്ടം. അതെന്താണത്? നമുക്ക് നോക്കാം. അബ്രഹാമിന് സാക്ഷ്യം നഷ്ടപ്പെട്ടു. സാക്ഷ്യം നഷ്ടപ്പെട്ടു. അതെന്നാ? ജാതീയ രാജാവ്, മിസ്രൈമിലെ രാജാവ് അബ്രഹാം വിളിച്ച് പറഞ്ഞു. എന്താ പറഞ്ഞത്? 12-ാം അധ്യായം എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 18-ാം വാക്യം മുതൽ വായിക്കാം. അപ്പോൾ ഫറവോൻ അബ്രാമിനെ വിളിച്ചു, നീ എന്നോട് ഈ ചെയ്തതെന്ത്? നോക്കൂ, പുറജാതി രാജാവ് വിശ്വാസികളുടെ പിതാവിനോട് ചോദിക്കുകയാണ്, നീ എന്നോട് ഈ ചെയ്തതെന്ത്? ഇവൾ നിന്റെ ഭാര്യ എന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? ഇവൾ നിന്റെ ഭാര്യയെന്ന് നീ എന്നെ അറിയിക്കാഞ്ഞതെന്ന് നീ എന്തിനാ നുണ പറഞ്ഞത്? നീ ഒരു വിശ്വാസിയല്ലേ? നീ ദൈവത്തിൻ്റെ വചനം കേട്ട് പുറപ്പെട്ടവനല്ലേ? നീ എന്താ എന്നോട് നുണ പറഞ്ഞത്? ഇവൾ എൻ്റെ ഭാര്യയെന്ന് നീ ഇവളെക്കുറിച്ച് പറയാഞ്ഞതെന്ത്? അവൾ എൻ്റെ സഹോദരിയെന്ന് എന്തിന് പറഞ്ഞു? ഞാൻ അവളെ ഭാര്യയായിട്ടെടുപ്പാൻ സംഗതി വന്നുപോയല്ലോ. പിൻ പോയിന്റ് ചെയ്ത് ഫറവോൻ മിസ്രൈമി രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, എൻ്റെ സഹോദരി എന്ന് പറഞ്ഞതെന്ത്? എൻ്റെ ഭാര്യ എന്ന് നീ പറയാഞ്ഞതെന്ത്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഫറവോൻ എണ്ണി അബ്രഹാമിനെ വിളിച്ച് ചോദിക്കുകയാണ്, നീ എന്നോട് ചെയ്തതെന്ത്? ഇവൾ നിൻ്റെ ഭാര്യയെന്ന് എന്നെ അറിയിക്കാഞ്ഞതെന്ത്? അവൾ എൻ്റെ സഹോദരിയെന്ന് എന്തിന് പറഞ്ഞു? എൻ്റെ സഹോദരിയെന്ന് എന്തിന് പറഞ്ഞു? ദൈവവൈദ്യനോട് ചോദിക്കുകയാണ്. സാക്ഷ്യം നഷ്ടപ്പെട്ടു, സാക്ഷ്യ ജീവിതം നഷ്ടപ്പെട്ടു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ വിശ്വാസികളെന്നല്ലേ അറിയപ്പെട്ടു വന്നത്? എന്നാൽ സാക്ഷ്യ ജീവിതത്തിലാണോ ഇന്ന് നിൽക്കുന്നത്? മറ്റുള്ളവർ നിങ്ങളിൽ കുറ്റം കണ്ടെത്തുവാൻ ഇടവരുന്നുണ്ടോ? മറ്റുള്ളവർ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇത് ചെയ്തവനല്ലേ നീ എന്ന് പറയാൻ ഇടവരുന്നുണ്ടോ? ഇത് നീ ചെയ്തവളല്ലേ എന്ന് പറയാൻ ഇടവരുന്നുണ്ടോ? റോമർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നുവെന്ന്. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു. ദൈവനാമം ദുഷിക്കാനിട വരരുത്. ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യം നഷ്ടപ്പെട്ട ജീവിതം, സാക്ഷ്യമില്ലാത്ത ജീവിതം. സ്തോത്രം. നിങ്ങൾക്ക് കേൾക്കണമോ? പറഞ്ഞു തരാം. ഏലിയാ പ്രവാചകന് 3 കൊല്ലം വിധവയുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ചു. വിധവയുടെ വീട്ടിൽ 3 കൊല്ലം. എവിടെയാ? വിധവയുടെ വീട്ടിൽ 3 കൊല്ലം താമസിച്ച് കഴിഞ്ഞപ്പോൾ ആ വിധവ പറയുകയാണ്, ആ വിധവയുടെ പഴയകാല ജീവിതം അത്ര നല്ലതുമല്ല, പക്ഷേ ആ വിധവയായ സ്ത്രീ പറയുകയാണ്, നീ ദൈവത്തിൻ്റെ ഒരു പുരുഷനാണ് എന്ന് ഞാൻ അറിയുന്നു, നീ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നമുക്ക് വായിക്കാം. 1 രാജാക്കന്മാർ 17-24. സ്ത്രീ ഏലിയാവോട്, നീ ദൈവപുരുഷനെന്നും നിന്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ ഇതിനാൽ അറിയുന്നു എന്ന് പറഞ്ഞു. ഒരു പാപം ചെയ്ത് ശീലമുള്ള ഒരു സ്ത്രീ, വിധവയായ സ്ത്രീ, അവൾ ഏലിയാവിനെക്കുറിച്ച് പറയുകയാണ്, ഈ 3 കൊല്ലം നീ ഇവിടെ താമസിച്ച കാലം കൊണ്ട് എനിക്കൊരു കാര്യം നിന്നെക്കുറിച്ച് മനസ്സിലായി. നീ ഒരു ദൈവപുരുഷനാണെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും എനിക്കിപ്പോൾ മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നാം ഇതൊരു ചലഞ്ചായിട്ട് എടുക്കണം, ഒരു വെല്ലുവിളിയായിട്ട് എടുക്കണം. ദൈവത്തിൻ്റെ മക്കൾ അവരെവിടെ ചെന്ന് നിന്നാലും, എവിടെ ജോലി ചെയ്താലും, ഏതെല്ലാം രംഗങ്ങളിൽ ഇടപെട്ടാലും അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ പറയണം, സാക്ഷാൽ ദൈവപുരുഷനാണ്. തെറ്റിദ്ധരിപ്പിക്കുകയോ അതല്ലെങ്കിൽ മനഃപൂർവ്വം കുറ്റാരോപണം ചെയ്യുകയോ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ ആത്മാർത്ഥതയോടെ നിഷ്കളങ്കമായും നിഷ്പക്ഷമായും ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ തോന്നണം, അവരുടെ ഹൃദയത്തിൽ തോന്നണം, നീ ഒരു ദൈവപുരുഷനാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു. നിൻ്റെ നാവിന്മേലുള്ള യഹോവയുടെ വചനം സത്യമെന്നും ഞാൻ അറിയുന്നു. രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം എടുക്കാം. നമുക്ക് വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. സാക്ഷ്യം നഷ്ടപ്പെട്ടവർ സാക്ഷ്യം തിരികെ പ്രാപിക്കണം. ഇനിയുള്ള ജീവിതം സാക്ഷ്യമുള്ള ജീവിതം. ജോലിസ്ഥലത്ത് മാന്യത, ജോലിസ്ഥലത്ത് വിശ്വസ്തത, സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പെരുമാറ്റത്തിൽ മാന്യത, ഏറ്റവും വിശുദ്ധി. ദൈവത്തിന് സ്തോത്രം. പണസംബന്ധമായ കാര്യങ്ങളിൽ മാന്യത, ഏറ്റവും സത്യസന്ധത, ഏറ്റവും വിശ്വസ്തത.
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഓർക്കുക, നല്ല സാക്ഷ്യം നിങ്ങൾ പ്രാപിക്കുക, നല്ല സാക്ഷ്യമുള്ളവരായി നിൽക്കുക. നിങ്ങൾക്ക് വേണമോ ഇത്? എൻ്റെ കരുണയുള്ള കർത്താവ് വിശ്വസ്തത തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. വിശ്വസ്തത ഗ്രഹവിചാരകന്മാരിൽ ദൈവം അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണമെന്ന് തന്നെ. നമ്മുടെ തലകളെ ഉണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കണമല്ലോ. നമുക്ക് കർത്താവിനോട് ഉള്ളു തുറന്ന് പറയണമല്ലോ. കർത്താവേ, നഷ്ടത്തിൻ്റെ കണക്കും പേര് ഞാനിതാ വരുന്നു. സാക്ഷ്യം നഷ്ടപ്പെട്ടവനായി ഞാനിതാ വരുന്നു. വിശുദ്ധി നഷ്ടപ്പെട്ടവളായി ഞാനിതാ വരുന്നു. കർത്താവ്, വിശ്വാസം കൈമോശം വന്നവളായി ഞാനിതാ വരുന്നു. ധൈര്യം നഷ്ടപ്പെട്ടവളായി ഞാനിതാ വരുന്നു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളേറെയുണ്ട്. എൻ്റെ ദൈവമേ, നഷ്ടങ്ങൾ എനിക്ക് മാറ്റിത്തരുവാൻ, ലാഭമാക്കി തരുവാൻ അവിടുന്ന് ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നഷ്ടങ്ങളെല്ലാം മായ്ച്ചു കളയാൻ അവിടുത്തെ തിരുരക്തം ചിന്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുനാഥ, അവിടുത്തെ തിരുരക്തം എൻ്റെ നഷ്ടം നികത്തി ലാഭമാക്കി തരാൻ ഇന്നും ഗുണകരമായി ഇടപെടുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ കർത്താവേ, നിന്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. നഷ്ടങ്ങളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. വന്നുപോയ പാപങ്ങളിൽ എന്നോട് പൊറുക്കണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിക്കുവീൻ. ദൈവത്തോട് വാക്ക് പറയുവീൻ. കർത്താവേ, ഇനിയും വിശ്വാസം നഷ്ടപ്പെടാൻ ഇടവരുത്തുകയില്ല, ധൈര്യം നഷ്ടപ്പെടാൻ ഇടവരുത്തുകയില്ല, വിശുദ്ധി നഷ്ടപ്പെടാൻ ഇടവരുത്തുകയില്ല, സാക്ഷ്യം നഷ്ടപ്പെടാൻ ഇടവരുത്തുകയില്ല. എൻ്റെ ദൈവമേ, ഞാൻ പാഠങ്ങൾ പഠിച്ചു വരുന്നു. ഇന്നു മുതൽ ഒരു പുതിയ സൃഷ്ടിയായി ഞാൻ ജീവിക്കും. തീരുമാനത്തോടെ ഏറ്റുപറയുവീൻ. കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷക, ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി, എനിക്ക് വേണ്ടി ജീവിച്ച് എൻ്റെ അരികത്ത് വന്നിരിക്കുന്ന രക്ഷക, ഇന്നു മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. സമർപ്പിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും തൃക്കരം വെച്ച് ആശീർവദിക്കണമേ. തിരുരക്തത്താൽ മുദ്രയിടണമേ, തിരുരക്തത്താൽ കഴുകണമേ, നഷ്ടപ്പെട്ടതെല്ലാം മടക്കി നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, സമാധാനം നൽകണമേ, രോഗസൗഖ്യങ്ങൾ നൽകണമേ, പാപശാപങ്ങൾ മാറ്റണമേ, ദുരിതങ്ങളും ക്ലേശങ്ങളും അകറ്റണമേ, കുടുംബ സമാധാനം നൽകണമേ, നന്മകളാൽ നിറയ്ക്കണമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരമോന്നത നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.